നമസ്കാരം. രാജ്യ തലസ്ഥാനത്ത് കർഷക സമരം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന കർഷക സമരത്തിൽ ഇതുവരെയും അനിഷ്ട സംഭവങ്ങളൊന്നും അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറിച്ച് സമരക്കാർ അതിർത്തി ഭേദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസും ഭരണകൂടവും അവർക്ക് സാധിക്കുന്ന രീതിയിൽ അതിന് തടയിട്ടുകൊണ്ടുമിരിക്കുന്നു. നമുക്കറിയാം, ആദ്യത്തെ കർഷക സമരം ഉണ്ടായ സമയത്ത് 2020-21 കാലഘട്ടത്തിൽ അരങ്ങേറിയ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായ കർഷക സമരത്തിൽ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അത് ആരോപണം മാത്രമായി ഒതുങ്ങിയതുമില്ല. കുറച്ചു നാളത്തെ അന്വേഷണത്തിന് ശേഷം അതിന് പിന്നിലുള്ള എല്ലാ സംഘടനകളെയും കണ്ടെത്തുകയും ചെയ്തിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് പോലും വന്നതിനുള്ള തെളിവുകളും കേന്ദ്ര സർക്കാരിന് ലഭിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഈ രണ്ടാം കർഷക സമരത്തിലും ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവ് പുറത്തു വന്നിരിക്കുകയാണ്. ബാരിക്കേഡുകൾ തകർക്കുന്നതിന് വേണ്ടി കർഷകരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഗുണ്ട നേതാവും ഖാലിസ്ഥാന്റെ നേതാവുമായ ലാഖ സിദ്ധന. ഈ ലാഖ സിദ്ധനയുടെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന കർഷക സമരത്തിൽ കർഷകരെ കൂടുതൽ ഈ അക്രമം നടത്തുന്നതിന് വേണ്ടി പ്രചോദിപ്പിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ലാഖ സിദ്ധനയുടെ സാന്നിധ്യം ഈ കർഷക സമരത്തിൽ ഉണ്ട് എന്നത് സുരക്ഷാ ഏജൻസികൾക്ക് നൽകുന്ന ഒരു വെല്ലുവിളി ചെറുതല്ല. അവരിപ്പോൾ അതീവ ജാഗ്രതയിലാണുള്ളത്. അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ് ഉള്ളത്. ഈ ലാഖ സിദ്ധന പണ്ട് ചെങ്കോട്ടയിൽ അവരുടെ സിഖുകാരുടെ മതപരമായ കൊടി ഉയർത്തിയതിനെ തുടർന്നുള്ള കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ജാമ്യത്തിനിടയിലാണ് അദ്ദേഹം വീണ്ടും രണ്ടാം കർഷക സമരത്തിൽ വന്നു നിന്നുകൊണ്ട് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നത്. ഭരണകൂടത്തിനെതിരെ സംസാരിക്കാൻ എല്ലാ പൗരനും അവകാശമുണ്ട്, എതിർക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ആളുടെ ഒരു കേസ് ഹിസ്റ്ററി അല്ലെങ്കിൽ അയാളുടെ ഒരു ചരിത്രമാണ് സുരക്ഷാ ഏജൻസികൾക്ക് വലിയ ഭയം സമ്മാനിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കർഷകരെ കൂടുതൽ പാനിക്കാക്കുന്ന, കൂടുതൽ പരിഭ്രാന്തരാക്കുന്ന രീതിയിൽ ഈ സമരം നിങ്ങളുടെ ഭൂമിയും വെള്ളവും ഒക്കെ തട്ടിയെടുക്കും, നിങ്ങളുടെ ചരിത്രം ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. ബാരിക്കേഡുകൾ തകർത്ത് നിങ്ങൾ എല്ലാവരും മുന്നേറണം എന്നുള്ള ഒരു ആഹ്വാനം തന്നെയാണ്, ഒരു കലാപ ആഹ്വാനം തന്നെയാണ് ഈ ലാഖ സിദ്ധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഭീകരന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി കർഷക സമരത്തിന്റെ വിശുദ്ധി വീണ്ടും സംശയമുനമ്പിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി വീഡിയോ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.